കൊല്ലത്ത് ബൈക്കിൽ 16-കാരന്റെ മത്സര ഓട്ടം വയോധികനെ ഇടിച്ചു തെറിപ്പിച്ചു. കുളമട സ്വദേശി രാജേന്ദ്രക്കുറുപ്പാണ് അപകടത്തിൽപ്പെട്ടത്. രാജേന്ദ്രനെ കൊട്ടിയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 ബൈക്കുകളിൽ മത്സരോട്ടം നടത്തുന്നതിനിടെയാണ് അപകടമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുജിത്ത്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പാഞ്ഞു വരുന്ന ബൈക്ക് അത് വ്യക്തമാണ്. തൊട്ട് അപ്പുറത്ത് തന്നെ സമാന്തരമായ മറ്റൊരു ബൈക്ക് കടന്നു വരുന്നു. ഇവർ തമ്മിലുള്ളൊരു മത്സര ഓട്ടമായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഒപ്പം ഈ പരിക്കേറ്റ വയോധികന്റെ ആരോഗ്യനില എങ്ങനെ? അതെ ഗോകുൽ, ഈ മത്സരയോട്ടത്തിന് ഇരയായ ആളാണ് കുളമട സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രക്കുറുപ്പ് എന്ന 70-കാരൻ. ഇന്നലെ 2 ബൈക്കുകളിലായി 4 കൗമാരക്കാർ ബൈക്കിൽ പാഞ്ഞു വരുമ്പോഴാണ് മുമ്പിലെത്തിയ ഡ്യൂക്ക് ബൈക്ക് ഇടിച്ച് ഈ രാജേന്ദ്രക്കുറുപ്പ് വീഴുന്നത്. അദ്ദേഹം റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് ഈ വാഹനം വന്ന് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ആ വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേന്ദ്രക്കുറുപ്പിനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും മുഖം നിറയെ മുറിവുകൾ ഉണ്ടാവുകയും ഇടുപ്പലിലും കാലിലും പൊട്ടലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഓടിച്ച ഒരു ഡ്യൂക്ക് ബൈക്കാണ് അപകടം ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷനായിരുന്നു. ഇവിടേക്കാണ് നിയന്ത്രണമില്ലാതെ ഈ വാഹനം വന്ന് ഇടിച്ചു കയറിയത്. റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ വാഹനം ഇടിച്ചിട്ടത്. ഈ ബൈക്ക് ഓടിച്ച ആൾക്കും ഈ ബൈക്കിൽ തന്നെ പിന്നിലിരുന്ന ആൾക്കും നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ, തീർച്ചയായും ഏതായാലും ആ ദൃശ്യങ്ങൾ അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്നതാണ്. 70 വയസ്സുകാരനെയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. ആ മനുഷ്യൻ ഓടി മാറാൻ ശ്രമിക്കുമ്പോഴേക്കും ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അത്രയ്ക്ക് നിയന്ത്രണം ലഭിക്കാത്ത തരത്തിൽ വേഗത്തിലായിരുന്നു ആ ബൈക്ക്. ബ്രേക്ക് ചെയ്ത് അയാളെ രക്ഷിക്കാനാവുന്ന പോലും വേഗത്തിലായിരുന്നില്ല എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും 3 പേർ ചികിത്സയിലാണ്. ഇതിൽ 70 വയസ്സുകാരനായ ആ വയോധികൻ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.